മൈഗ്രെയിനിൽ ഏതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ശരിയായ നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക. ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ചസ്, എക്സ്ട്രീം ആയ ചൂട്, തണുപ്പ്, സ്ട്രെസ്, മെന്റൽ ടെൻഷൻ, ആങ്സൈറ്റി, ചില ഭക്ഷണങ്ങൾ, അങ്ങനെ പലതും മൈഗ്രെയിനിലേക്ക് എത്തിക്കാം. കൂടാതെ PCOD, തൈറോയ്ഡ് ഡിസീസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, റൊമാറ്റിക് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ, അമിതവണ്ണം, ഇതൊക്കെ ഉള്ളവരിലും മൈഗ്രെയിൻ കോമൺ ആയി കാണാം. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ആളുകളിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇത് ശരിയായി കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. രണ്ടാമത്, മൈഗ്രെയിൻ വരുന്നത് കുറയ്ക്കുക. ഇതിനായി ശരിയായ ഉറക്കം, റെഗുലറായ വ്യായാമം, കറക്റ്റ് ടൈമിൽ ഹെൽത്തി ആയ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഓരോ ആളുകൾക്കും വേണ്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ഇതിനോടൊപ്പം വേണ്ട മറ്റൊരു പ്രധാന കാര്യം മെഡിസിൻസ് ആണ്. തലവേദന മാത്രമായിരിക്കും മിക്ക ആളുകളും ഫോക്കസ് ചെയ്യുക. എന്നാൽ തലവേദനയുടെ ക്യാരക്ടർ, കൂടെ വരുന്ന മറ്റ് ലക്ഷണങ്ങൾ, കാരണങ്ങൾ, ഇതൊക്കെ തന്നെ ഒരാളിൽ കാണുന്ന പോലെ ആവില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. സോ ഓരോ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനുള്ള മരുന്നുകൾ നൽകിയെങ്കിൽ മാത്രമാണ് മൈഗ്രെയിൻ പരിഹരിക്കാൻ പറ്റൂ. ഓരോ വ്യക്തിയുടെയും കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചുള്ള മെഡിസിൻസ് നൽകുന്നത് കൊണ്ട് തന്നെ കറക്റ്റായ ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലൂടെ മൈഗ്രെയിനും മറ്റ് ബുദ്ധിമുട്ടുകളും കൺട്രോൾ ചെയ്യാൻ പറ്റും.